ഹായ് ഗായ്സ്, ഇറ്റ്സ് ഇൻഫിനിക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു സാധനം നമ്മൾ കളിക്കുന്ന ബേബിനെല്ലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ബേബിനെല്ല കളിച്ചിട്ട് അത്യാവശ്യം ദിവസമൊക്കെ നമ്മളിപ്പോൾ എന്തായാലും ക്രിസ്മസ് അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഇതുവരെയും കയറിയിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ക്രിസ്മസ് അപ്ഡേറ്റിന് ശേഷം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അപ്ഡേറ്റ് ഇന്നാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ന് ബേബിനെല്ല എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ ഇനി മുതൽ വീഡിയോ ഇടുമ്പോൾ ഒരു ദിവസം ലെറ്റ് പ്ലേ, ഓക്കെ, അടുത്ത ദിവസം ഒരു റാൻഡം ഗെയിമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ബേബിനെല്ലോ ഇനി 4 ആക്റ്റും കൂടെ ഉള്ളൂ. ഇതും കൂടെ കൂട്ടി 4 ആക്റ്റും കൂടെ ഉള്ളൂ. അല്ല, ഇത് ആക്റ്റ് വേണമെന്ന് കാണിച്ചപ്പോൾ ഞാൻ പിടിച്ചു. അയ്യോ, കൊല്ലം പോയാടേ ഇത്ര ദിവസം കയറിയിട്ട്. ഇവർ ആക്ട് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട്. അപ്പോൾ ക്യാറ്റിൻ്റെ ലാസ്റ്റാണ്. ഇന്ന് നമ്മൾ കളിക്കുന്നത് ക്യാറ്റിൻ്റെ ലാസ്റ്റാണ്. പിന്നെ ഇച്ചിരി ഈ ഗെയിമിന് ഒറ്റയൊരു പ്രശ്നമുള്ളൂ, ഭയങ്കര ആഡാണ് കേസ്. അത് മാത്രമേ ഇതിന് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സീനാണ് കേസ്. ഗെയിം സീനാണ്. ഓക്കെ, ആൻഡ്രോയിഡ് വെച്ച് കളിക്കാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും പോയി ചെക്ക് ഔട്ട് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഇന്ന് ക്യാറ്റിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അതിനുശേഷം ഇനി 3 എണ്ണം കൂടെ എന്തോ ഡേ കെയർ അങ്ങനെ എന്തോ പരിപാടിയുള്ളൂ. ഓക്കെ, നമ്മളെന്തോ ഇന്ന് ഇവിടെ എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. വാട്ട് ഹാപ്പൻ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. എനിക്കിതിൻ്റെ സൗണ്ട് കൊടുക്കണമെന്നുണ്ട്, ബട്ട് അത് 2 സെക്കൻഡ് പിറകിലോട്ടാണ്. അതുകൊണ്ട് എനിക്ക് അത് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റി വോയിസ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാനിപ്പോൾ പിങ്ക് സാധനം കിട്ടി. ഇപ്പോൾ പിങ്ക് സാധനം ഓടിക്കളിക്കാൻ അടുത്തെത്തിയപ്പോൾ ഇവൻ അറ്റത്തൂടെ വന്ന് കയറി വന്നു. ഞാൻ ഒരുമാതിരി പേടിച്ച്. ഞാൻ എനിക്കിവിടെ ഞാൻ പേടിച്ചു. ഏറ്റവും വലിയ ജംസ്കെയർ ഇതായിരുന്നു തോന്നുന്നു ഗെയിമിൽ തന്നെ. അങ്ങനെ ഇതിനെ ഗ്രൗണ്ട് ചവിട്ടാൻ വേണ്ടി അവിടെ എത്തി. നിനക്ക് എന്താ വച്ചാറൊക്കെ പ്രശ്നം ഇതൊക്കെ ചോദിച്ച്. അപ്പോൾ ഇവൻ ന്യൂട്ടിന് ലവ് വേണമെന്ന് പറയും. ലവ് എന്താ എനിക്ക് അത് മനസ്സിലായില്ല. ഓക്കെ, പിന്നീട് ആകുമ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഇപ്പോഴത്തെ പരിപാടി തന്നെ. പിന്നെ ഞാൻ നേരെ നമ്മൾക്ക് പോർഷനിങ്ങിലേക്ക് തുടങ്ങാം. പോർഷൻ നമ്മളിപ്പോൾ ഒരു കളർ കിട്ടിയല്ലോ, നമുക്ക് ഇനി ബാക്കിയുള്ള കളറും കൂടെ കൊണ്ട് മിക്സ് ചെയ്യുമ്പം നോക്കാം. ഓക്കെ, നമ്മൾ എന്തായാലും ഇപ്പോൾ ഓറഞ്ച് ആയിരിക്കും കിട്ടുക, പിങ്കും. ഓക്കെ, തോന്നി എനിക്ക് പിങ്കും റെഡും കൂടെ മിക്സ് ചെയ്താൽ ഓറഞ്ച് കിട്ടുമെന്നൊക്കെ. നമുക്കിത് എടുക്കണം, ഇത് വെച്ചണം, എന്നിട്ട് ബേബിക്ക് കൊടുക്കണം. ബേബിക്ക് എന്താ പവർ കിട്ടുന്നതെന്ന് നോക്കണം. ചെറുപ്പമുള്ള പരിപാടി. അപ്പോൾ എന്തായാലും ഒരു ദിവസം ലെറ്റ്സ് പ്ലേ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ദിവസം ലെറ്റ്സ് പ്ലേ, ഒരു ദിവസം റാൻഡം ഗെയിമായിരിക്കും. ഒന്നീ ബേബിനെല്ലോ ഇല്ലെങ്കിൽ പുതിയ ഗെയിം നമ്മൾ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പം നീ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 ആക്റ്റും കൂടെ കളിക്കാനുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് 4 ആക്ട്, കറൻ്റ്ലി എനിക്ക് 2 ആക്റ്റേ കളിക്കാനുള്ളൂ. ബട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് 4 ആക്ട് ഉണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി 2 ആക്ട് കംപ്ലീറ്റ് ചെയ്തു. ആക്റ്റല്ല, സ്റ്റേജ്. ഞാൻ അടുത്ത ആക്ട് എത്തി ഞാൻ. ഓക്കെ, അടുത്ത പാർട്ട് ഉടനെ തന്നെ വരും. അതുകൊണ്ട് വരത്തില്ലാതെ വിചാരിക്കാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിന് ശേഷം ലെറ്റ്സ് പ്ലേ വരും, അതിന് ശേഷം അത് വരും. ഓക്കെ, നമ്മളെന്തായാലും പോർഷൻ കൊച്ചിറക്കാനും കൊടുത്തിട്ടുണ്ട്. കൊച്ചിറക്കാൻ കത്തി കൊച്ചിറക്കാൻ. എൻ്റെ ഇവിടുത്തെ ഇതൊക്കെ പോയി ഗൈസ്. ഇവിടുത്തെ ഫീഡ് ദ ബേബി ഫൈനൽ പോർഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഇതേ മുകളിലത്തെ അത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഫൈൻഡ് ദ വേ അപ്പ് സ്റ്റേഴ്സ് എന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് മറന്നൊക്കെ പോയി. ഇവിടെ മുകളിൽ കയറാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ ഈ ബ്ലൂവും പച്ചയും കൂടെ മിക്സ് ചെയ്തു. ഓൾറെഡി മിക്സ് ചെയ്താന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പച്ചയും പിങ്കും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെ ഞാൻ നേരെ അത് കൊടുത്തു. അങ്ങനെ അടുത്ത കളർ കിട്ടാറായി. ഇപ്പോൾ ബേബി ചിരിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ബേളിൽ നിന്ന് ലൈറ്റ്നിങ് കിട്ടുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഫൈൻഡ് എ വേ അപ്സ്റ്റേഴ്സ് എന്നാണ് ഇവർ പറയണത്. എന്തായാലും ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. ടെസ്റ്റ് ചെയ്തിട്ടല്ലേ വേറെ കാര്യമുള്ളൂ. അവരെ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കൊച്ചിറക്കാനാവുള്ളായിരുന്നു. അത് നമ്മളിതൊരു ഒരെണ്ണം ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യണമായിരുന്നു, ബട്ട് മറന്നുപോയി ഗൈസ്. എന്ത് ചെയ്യാനാ. അത് പിന്നീട് നമ്മളത് മേളിൽ കയറിപ്പോയി ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും. പക്ഷേ ഇവിടെയല്ല. ഓക്കെ, ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഡോർ ക്ലോസ് വെച്ചിരിക്കുന്നത് ആർക്കും അറിയത്തില്ല. എന്നത് ഇവിടെ ഇങ്ങനെ ലോക്ക്ഡാണ്. ഇവിടെ ലോക്ക്ഡാണ്. പിന്നെ നേരെ റേഡിയോ അങ്ങ് പ്ലേ ചെയ്തു. മറ്റേ ജൂലൈ 28 ലോഗ് 1985. ഓക്കെ, ഹാഫ് എ ബിൽഡിങ് എന്തൊക്കെ പറയണുണ്ട്. ഓക്കെ, നമ്മളെന്തായാലും പിന്നെ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ മറ്റേ സ്ഥലം കണ്ടു. ഇത് കണ്ടപ്പോഴേ എനിക്ക് പേടിയായി, സത്യം പറയാലോ പേടിയായി. പിടിച്ചൊരു സമയമായിരുന്നു അന്നത്തത്. കരയും ഞാനിപ്പോൾ അത് ആലോചിച്ച്. അങ്ങനെ വേറെ വഴിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ സെയിം വഴി എത്തി. പിന്നെ അത് മാറ്റി. പിന്നെ എലവേറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ എലവേറ്റർ ലോക്ക്ഡാണ്. പിന്നെ അവിടെ കുറേ നേരം നിന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ബട്ടൺ ഓപ്ഷൻ. പിന്നെ ലോക്ക്ഡാന്ന് മനസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ന്യൂട്ടിനെ ഫോളോ ആയിരുന്നു കഴിച്ച്. നമ്മളെന്തായാലും ഗ്രൂട്ടിൻ്റെ പേര് ന്യൂട്ടൻ തന്നെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഗ്രൂട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ഇതറിയില്ല. അങ്ങനെ പിന്നെ ഇവൻ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു ഫൈൻഡ് ദ വേ അപ്സ്റ്റേഴ്സ്. ഇപ്പോൾ ഇവൻ ആ പോർഷൻ ഇവർ പറയാനാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചിറക്കം എവിടെയാണ് തപ്പട്ടാൽ മതി, അതേ കിടക്കുക കുഞ്ഞായിട്ട് കിടക്കുക. നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് ഇവനെ ഇടാം. എന്നിട്ട് മറ്റേ പോർഷൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവനെ എന്താണ് ഇവനെ കത്തിക്കാൻ ഗൈസ്, ഇവനെ കത്തിക്കാം, അത് തന്നെ കത്തിക്കാൻ. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, നമുക്ക് കുറച്ച് കമൻസേ ഉള്ളൂ ഗൈസ്. കമൻസാണ് എനിക്ക് വേണ്ടത്. എനിക്ക് കമൻസിൻ്റെ റിപ്ലൈ തരാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, സത്യം പറയാമല്ലോ. നിങ്ങൾ സബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്തെങ്കിൽ പൊട്ടെ എനിക്ക് വേണ്ടെന്നേ ഇട്ടാക്കൊള്ളാം കിട്ടും, ഇട്ടാക്കൊള്ളാം. കമൻറ്റ് വരാണെങ്കിൽ ചെറുപറാന്ന് ഇട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ റിപ്ലൈ ഒക്കെ തരാമെന്ന്. അപ്പോൾ എന്തായാലും ഗെയിമിലോട്ട് വരാൻ തിരിച്ച്. അപ്പോൾ കത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്ത പ്രശ്നം. ഞാൻ ഇതൊക്കെ അങ്ങ് പറയും, എന്താണെന്ന് പറയുന്നത്. ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയില്ല. ഡ്യൂട്ടി സ്കെയർഡ്. ഓക്കെ, നോട്ട് സ്കെയർഡായി ഫയറണമെന്ന് പറയണം. പിന്നെ നേരെ ഓപ്പൺ ചെയ്തു. ഓക്കെ, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു വഴിയുണ്ടെന്ന്. അങ്ങനെ ഞാൻ നേരെ തിരിച്ച് ഇതിലോട്ട് കയറിപ്പോയി. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, പെട്ടെന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇനി പറയില്ല. എന്തായാലും തിരിച്ച് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരിച്ചത് ഈ റൂമിൽ എത്തി ഗൈസ്, നമ്മളുടെ ഓൾഡ് റൂം എത്തി. അങ്ങനെ ഞാൻ പിടിച്ചു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ബേബിയൊക്കെ കഴിപ്പുണ്ട് ഗൈസ്. ബേബി ദേഷ്യം വന്നു ഗൈസ്. ബേബി അപ്പോൾ മറ്റേ കുഞ്ഞിന് സാധനം ഉണ്ടല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ പേര്. അപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കിച്ചണിൽ. അങ്ങനെ അതെടുക്കാൻ ഓടി. അപ്പോൾ ഇവൻ കയറി വന്നു, പക്ഷേ ഞാൻ പേടിച്ചില്ല. ഓക്കെ, പക്ഷെ അവൻ കയറി നേരത്തെ വന്നത് ഞാൻ നാളെ പേടിച്ചു അവിടെ. പക്ഷേ ഇപ്പം പേടിച്ചില്ല. ഓക്കെ, അങ്ങനെ ഞാൻ നേരെ ഇതും കൊണ്ട് നേരെ മേളിലോട്ട് വലിഞ്ഞു പിടിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാധനങ്ങൾ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ നേരത്തെ അവന് കൊടുത്തപ്പോൾ അവൻ നോക്ക് ഔട്ട്, 1 ടാപ്പ്, അങ്ങനെ ഹെഡ് ഷോട്ട് അടിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഡോറ് വന്ന് അങ്ങനെ അത് തുറന്നപ്പോൾ അതെ ഇവിടെ അടുത്തൊരു സ്ഥലം വന്നു. അത് ഇങ്ങനെ മാറ്റിയപ്പോൾ എന്തോ വർക്കാവുന്നില്ല. അങ്ങനെ എനിക്കത് മനസ്സിലായി എന്താണ്. അപ്പോൾ അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ അപ്പുറത്തൊരിതുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഞാൻ ഓടിയപ്പം ഇവിടെ ബേബി വരത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ബേബീനെ ഇവിടെ ഇൻറ്റു വരത്തില്ല. ഓക്കെ, ഞാൻ തോന്നണു. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ തുറക്കല്ലേ, ഈ സ്ഥലത്ത് തുറക്കരുത് എന്നൊക്കെയാണ് ഇവിടെ പറയണത്. ഡു കീപ് ഡോർ ക്ലോസ്ഡ്, ഡു നോട്ട് ഓപ്പൺ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തായാലും ഇവിടെ വന്ന് ഇത് ഞെക്കി. ഓക്കെ, എന്തോ സംഭവിച്ചു എന്നപ്പം എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് വെറുതെ ഇത് ശരിയാക്കാൻ പോയി ഗൈസ്. ഒരു സുഖത്തൊക്കെ എടുത്തിട്ട് മറ്റേതും ശരിയാക്കി, മറ്റേതും വെച്ചു. ഇനി അടുത്തതും കൂടെ അപ്പുറത്തേയും കൂടെ ചെയ്യാനുണ്ട്. എല്ലാം നിന്നു ഗൈസ്. അതായിരുന്നു ഓർഡർ, എന്തൊരു ഓർഡർ ഉണ്ടായിരുന്നു ഇത് വരിച്ചില്ല ഗൈസ്. എങ്ങനെ ചെയ്തു അത് ചോദിക്കരുത്. അങ്ങനെ അത് നിന്നു ഗൈസ്. അപ്പോൾ ബേബി ഓടിച്ചാടി വന്നു. അങ്ങനെ വന്ന് അവൻ തലയും കുത്തി നിന്ന് സോറി മാറിപ്പോയി. അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഗൈസ് അത് പൊട്ടിച്ച് താഴെ എറിഞ്ഞു. അങ്ങനെ നമ്മൾ താഴോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇതാ ഇവിടെ ഉണ്ട്. എന്നാൽ ഡിസ്കോ ബോൾ വരുന്നുണ്ട്. ഓക്കെ, അത് വന്നു. ഇത് തുറന്നു. അത് ഓടി. ബേബി വന്നു. അയ്യോ, ബേബി മറ്റേ ഫോമിൽ എത്തി. ഓടടേ. ചത്ത് പിടിച്ചു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്. ഹൗ ആർ യു? ഫൈൻ. വേഗം കുട്ടി. ഓക്കെ, അടുത്തൊരാൻ കിട്ടി. അങ്ങനെ ഞാൻ നേരെ ഇപ്പുറത്തൂടെ പോകാൻ പോയപ്പോൾ അവിടെയും വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വരുന്ന സ്ഥലത്താണ് വരുന്നത്. അങ്ങനെ ഞാൻ നേരെ മറ്റേ വഴി ഓടി കയറി വന്ന് ക്യാമറ റൂമിൽ കയറി. പേടിപ്പിക്കല്ലേ, എല്ലാ പ്രേതമല്ല പേടിക്കുന്നത്, ഈ റൂമാണ് എൻ്റെ പേടി. ഇവിടെ എന്തോ ഒരു മറ്റേ സാധനം എടുത്തിവിടെ വെച്ച് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഇപ്പോഴും. അപ്പം പെട്ടെന്ന് ആഡ് പ്ലേ ആയി. പിന്നെ അത് ക്ലോസ് ചെയ്ത് തിരിച്ച് വന്നപ്പോൾ അവിടെ നിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്കപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അതുവഴി നമുക്ക് കയറി പോകണമായിരുന്നു. എനിക്കപ്പോൾ ഞാൻ മനസ്സിലായി, എനിക്ക് മുകളിൽ വഴി കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇതിന് ഫോട്ടോഗ്രാഫി ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവൻ മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായില്ല. ഇവൻ ഞെക്കിയിട്ടായിരുന്നു പോകേണ്ടത്. ഇവിടെ ലാഡർ വേണം. അപ്പോൾ ലാഡർ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്യാമറ വെച്ച് ഇങ്ങനെ അടിക്കണം. പക്ഷേ ക്യാമറ ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ള സമയമല്ല എന്നാണ് ഇവർ പറയണത്. അപ്പോൾ എന്തായാലും ഈ റൂമിൽ ലോക്ക്ഡാണ്. അപ്പോൾ അതെല്ലാമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഇവനെ ഞെക്കിയാൽ പോകുന്നു. അങ്ങനെ ഇപ്പം ഞെക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഞെക്കുമ്പോഴും ഇവൻ ബൂസ്റ്റ് കെട്ടി വിടുമെന്ന്. അങ്ങനെ ഇവൻ ബൂസ്റ്റ് കെട്ടി വിട്ട് മുകളിലോട്ട് ഇട്ടു. അങ്ങനെ ന്യൂട്ട് വിട്ട് നല്ല സീനാണ് ഈ സ്നൂട്ട് ഒക്കെ കണ്ട ഷൈ ആടേ. എൻ്റെ കൂടെ ന്യൂട്ടും ഞാനും കൂടെ ഇപ്പുറത്തോട്ട് വന്നപ്പം
ഇപ്പുറത്തോട്ട് ഇറങ്ങിയാണ് നമ്മൾ മറ്റേ ആ ഓർബ് എടുക്കാൻ പോവുക ഗൈസ്. ഓർബ് എടുക്കണം. ഇപ്പോൾ ഒരു ആഡ് പ്ലേ ആകുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ആഡും പ്ലേ ആയി കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയോ ഒരു വൃത്തികെട്ട കണ്ണുകൾ അവിടെ നിന്നു. ഇതുവഴി എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തോ വൃത്തികെട്ട കണ്ണുകൾ നിന്നു. അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ എന്തൊക്കെ സംസാരിക്കുന്ന പോലെ കേട്ടു. അങ്ങനെ ഞാൻ എൻ്റെ അപ്പുറത്ത് പോയപ്പോൾ ഇവന്മാർ ഭയങ്കര സംസാരമായി ഗൈസ്. അങ്ങനെയൊക്കെയാ സംസാരം. പിന്നെ അന്നേരം മറ്റേ ഡോറ് പിന്നെ ക്ലോസ് ഓപ്പൺ ചെയ്ത് കളിച്ച്. പിന്നെ എനിക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തോന്നി ആ കണ്ണുകൾ കണ്ടിട്ട്. പിന്നെ അത് പുറത്തോട്ട് പോയി പുറത്താണ് മറ്റേ കുണ്ടാണ്ടിരിക്കുന്നത്. മറ്റേ കുണ്ടാണത്തിന് വേണ്ടിയാണല്ലോ നമ്മളിവിടെ എത്തിയത്. ഇനി പർപ്പിൾ ഓർബിന് വേണ്ടി. അങ്ങനെ പർപ്പിൾ ഓർബ് എടുക്കാൻ പോയപ്പോൾ എന്തൊരു സൗണ്ട് കിട്ടില്ല എലവേറ്ററിൽ. അങ്ങനെ എലവേറ്ററിൽ പോയി നോക്കിയപ്പോൾ ഒന്നും കാണിച്ചില്ല. നേരത്തെ ലോക്ക്ഡൗൺ അങ്ങനെ എന്തോ കാണിച്ചു. ഓക്കെ, നോ സേവ് ടു പിക്കപ്പ്, സെർച്ച് ദ ഗാർഡൻ ഫോർ ദ മിസ്സിംഗ് പീസ്. ഓക്കെ, 2 പീസ് ഉണ്ട്. അപ്പം 2 പീസ് ഉണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോഴും സ്ക്രീനിൽ തന്നെ എനിക്ക് ഒരെണ്ണം കാണാം. പക്ഷെ ഞാനായ പൊട്ടനത് കണ്ടിട്ടില്ല. ഇങ്ങനെ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ലോഗിൻ്റെ സാധനം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ഒരു പൂ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഇതൊന്നും എനിക്ക് കണ്ടില്ല. പിന്നെ ഞാൻ എന്താ ഇവിടെ ഈ കനനൊക്കെ ഇട്ട് ഓർമ്മയുണ്ടോ ഗൈസ്, നമ്മൾ ഇതിനെ വെച്ച് പറത്തി വിട്ടേക്കുന്ന ബേബീനെ. ഇപ്പം എന്തായാലും ഒന്ന് എറിഞ്ഞിട്ടുണ്ട്. അത് എവിടെ പോയി വീഴുകയും ചെയ്തപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ പീസ് കാണുന്നത്. ആദ്യത്തെ പീസ് കാണുന്നത്. അങ്ങനെ ഞാൻ നേരെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചു ഗൈസ്. അങ്ങനെ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം തപ്പുമായിരുന്നു. പിന്നെ കുറച്ച് തപ്പലായിരുന്നു പരിപാടി. അങ്ങനെ പിന്നെ അത് ഇവിടെ മറ്റേ ഈ കുന്ത്രണ്ടുണ്ട്. ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞു. ഒന്നിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൊണ്ടേ. ഓക്കെ, എന്തായാലും അത് ഞാൻ എടുത്ത് ഞാൻ താഴെ എറിഞ്ഞു തോന്നുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക ഇതുവഴി അങ്ങോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മഞ്ഞ സ്ട്രൈക്ക് എല്ലോ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ സാധനം ഇപ്പോഴും എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ തപ്പി എനിക്ക് മനസ്സിലായത് ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ ഇതെടുത്തു ഞാൻ കൊണ്ടുപോയി അവിടെ വെച്ച്. അങ്ങനെ വെക്കാൻ പോയി. അങ്ങനെ വെച്ചപ്പോൾ അത് രണ്ടും കൂടെ അടഞ്ഞാൻ പോയി. പക്ഷെ അടഞ്ഞില്ല എന്നും പറഞ്ഞ് അടഞ്ഞു. ഓക്കെ, അങ്ങനെ അത് കൈ കിട്ടിയപ്പം എല്ലോ ലൈറ്റ്നിങ് അടിച്ച് അത് പെട്ടെന്ന് പ്രേതം വന്ന് മനസ്സിലാവും ഓടി. പക്ഷേ ഇപ്പം അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായി എൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ന്യൂട്ടിന് കൊടുക്കുക. ബട്ട് നമ്മൾ കൊടുത്തില്ല. അങ്ങനെ ന്യൂട്ടിന് കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ന്യൂട്രി കൊടുത്തില്ല. അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ അടുത്ത എടുത്തപ്പോൾ ന്യൂട്രി കൊടുക്കാൻ കഴിച്ചു. അങ്ങനെ ന്യൂട്ടിന് വേഗം ഞാൻ എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാനും ഓടി. എൻ്റെ പിന്നാലെ ഫോളോ ന്യൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ന്യൂട്ടിൻ്റെ പിന്നാലെ ഒറ്റാട്ടം ഓടി. അപ്പോൾ എനിക്ക് ഇത് അടച്ച്. അങ്ങനെ ഞാൻ അടച്ചപ്പോൾ ഞാൻ നേരെ അതുവഴി കറങ്ങിപ്പോയി. അവൻ ഇങ്ങോട്ട് പോയി അവൻ്റെ ഇതിൻ്റെ അടിയിൽ ഞാൻ സ്നീക്ക് ചെയ്ത്. സത്യം പറഞ്ഞാൽ സ്നീക്ക് ചെയ്തു. വിചാരിച്ചു പോവാം അങ്ങനെ ആയിരിക്കുന്നു. ബട്ട് അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ പതുക്കെ ഇങ്ങോട്ടെത്തി. ഫോളോ ന്യൂട്ടെന്നാണ് ഇപ്പോഴും പറയുന്നത്. മേളിലോട്ട് പോയി ഗൈസ്. നമ്മളങ്ങനെ മേളിലോട്ട് പോയപ്പോൾ മറ്റേ റൂമുണ്ട്. ന്യൂട്ടിന് ചാർജില്ല. ചാർജില്ലായിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഈ സാധനം കൊണ്ടുപോയി അവിടെ എടുത്ത് എറിയാൻ നോക്കി. പക്ഷെ അത് കാണിച്ചില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇതെന്താ കൊണ്ടുപോകണമെന്ന് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ ഇതും കൊണ്ട് മറ്റേ ഒരു റൂമുണ്ടല്ലോ നമ്മൾ കണ്ടില്ലേ, ഡു നോട്ട് ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ്, അതിൽ കൊണ്ട് വെക്കാനാണെന്ന് തോന്നി പെട്ടെന്ന്. പക്ഷേ അങ്ങോട്ട് വെക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ന്യൂട്ട് വേഗം കയറി ഒന്ന് അത് അടച്ചു പോയി. മറ്റേ പ്രേതം വന്നപ്പം ഞാൻ ഇതിട്ട് ഇങ്ങോട്ട് കൊണ്ട് വെക്കാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഓടി അവിടെ വെക്കാൻ നോക്കിയപ്പോൾ പറ്റണില്ല, ബട്ടണേ ഇല്ല. അങ്ങനെ കുറേ നേരം അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡു നോട്ട് ഓപ്പൺ അങ്ങനെ കാണിച്ച്. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായി ഗൈസ്. അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് നേരത്തെ നിന്ന സ്ഥലത്തോട്ട് വന്നപ്പോൾ അതേ അവിടെ ഒരു ബ്ലാക്ക് സാധനം കണ്ട്. അങ്ങനെ അതോടെ വെക്കാനായിരുന്നു. ഞാൻ എടുത്ത് വെച്ചു ഗൈസ്. അങ്ങനെ വെച്ചിരിക്കുന്നു. ഞാനത് നേരെ എല്ലാം കറക്റ്റായി. നമ്മൾ ബാക്കിലോട്ട് വലിയുന്നുണ്ട്. ഓക്കെ, ന്യൂട്ട് ഇപ്പോഴും അവനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. എന്താ പറ്റിയത്? ഓക്കെ, ലെറ്റ്സ് ഗോ. പൊട്ടുമോ അത്? എന്താ? ഓക്കെ, എന്തോ ഒരു ലൈറ്റ്നിങ് അതിലടിച്ചു. ഓക്കെ, ബേബി നമ്മൾ സഹായിച്ചാണോ? അതേ കയറി വരുന്നത്. അയ്യമ്മച്ചി എന്നെ പിടിച്ച് ലൈറ്റായി. അത് രക്ഷിച്ചടാ. അത് രക്ഷിച്ച്. ന്യൂട്ട് തൊലഞ്ഞ്. ഓവർ ആക്ടിങ്ങാ. പക്ഷെ ന്യൂട്ട് ഇസ് ഗോൺ. അയ്യോ, മറ്റേ ഹാർട്ടിൻ്റെ അടുത്ത് വെച്ചേക്കുന്നേ. ന്യൂട്ട് പോയടേ. അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നു. അങ്ങനെ പിന്നെ അത് കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ന്യൂട്ട് പോയിരിക്കുന്നു. ഇനി നമുക്ക് ന്യൂട്ടില്ല. അയ്യോ. അങ്ങനെ ഇവിടെ ഇപ്പോഴും ഒന്നും ഓപ്ഷനും കാണിച്ചില്ല. പിന്നെ അത് അവിടെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തൊക്കെ പൊട്ടുന്ന പോലെ വന്നു.
അത് പൊട്ടിയില്ലാന്നും പറഞ്ഞ് നിന്നപ്പോൾ അത് പൊട്ടി ഗൈസ്. അങ്ങനെ എന്തോ ഒരു ഓറഞ്ച് കളറായി മാറി. അത് പർപ്പിളായിരുന്നു, അത് പെട്ടെന്ന് ഓറഞ്ച് ആയി. അങ്ങനെ ആ സാധനം കൈ കൊണ്ട് എടുത്തു. നേരത്തെ എടുക്കാൻ പറ്റില്ല, ഇതെടുക്കാം കൊള്ളാം. അങ്ങനെ ഇതെടുത്ത് ഞാൻ ഇവിടെ വെച്ചു ഗൈസ്. അങ്ങനെ നമ്മളുടെ ആ ഡോർ തുറക്കുന്നു ഗൈസ്. ടൺ 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 വെള്ളം ബീജം വിട്ട കൊപ്പി. അങ്ങനെ ഗൈസ് നമ്മൾ തുറക്കുകയാണ്. ഇത് ഇപ്പോഴും ഇവിടെ അറ്റത്തൊക്കെ കാണിക്കുന്നുണ്ട് കീപ് ഡോർസ് സീൽഡ്, ഡു നോട്ട് ഓപ്പൺ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഗൈസ് അതിൻ്റെ ഗൈസ് ബേബി നെല്ലോൻ്റെ ചിഹ്നം വന്നു. ചിഹ്നം അത് ചിഹ്നമാണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. തമ്മയിൽ അങ്ങനെ തുറന്നപ്പോൾ എന്തോ ഒരു കണ്ണ് വന്നു. കണ്ണിൻ്റെ അകത്തുനിന്ന് ബേബി വന്നു. ബേബിയല്ലേ ഞാൻ ഇപ്പോൾ തള്ളിയിട്ടത് താഴോട്ട്. അല്ല മറ്റേത് കൊന്നത് 5 പിടിച്ച് കൊന്ന് ചത്ത് മരിച്ച്. മറ്റേ ലോഗോ അല്ല കണ്ണിൻ്റെ ലോഗോ. കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യോ കൊന്ന് ചത്ത്. നോ ആരാ? വൈ ഡിഡ് യു ബ്രിങ് ഹിം ഹിയർ? ആരാ നീയാരാ? ഞാനാരാ? ഓക്കെ നോട്ട് ദിസ് ടൈം. നമ്മളെ രക്ഷിച്ച് ലെറ്റ്സ് ഗോ. ആക്ട് കഴിഞ്ഞ ലോഡിങ് കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞാടെ ലോഡിങ് ആണോ ഇപ്പോഴും? ചിലപ്പോൾ ഇനി അടുത്ത ആക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ല ആക്റ്റല്ല, അടുത്ത എന്തെങ്കിലും ഇത് കണ്ടിന്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ നമുക്കിപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൈൽഡ് കെയർ എന്നാണുള്ളത്. അപ്പോൾ ഇറ്റ്സ് മീ സ്കീമിങ്. ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് ബൈ.